CMF എന്നുള്ളത് നത്തിങ്ങിൻ്റെ ഒരു സബ് ബ്രാൻഡാണ്. അവരുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നുണ്ട്, CMF ഫോൺ 1. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് CMF ഫോൺ 1 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വന്നേക്കാം. OLED പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും വരിക, പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ 120 Hz റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡി ആയിരിക്കും വരിക. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ പണ്ടത്തെ പഴയ ഫോണുകളൊക്കെ പോലെ നമുക്ക് ഊരി മാറ്റാൻ പറ്റിയിട്ടുള്ള പ്ലാസ്റ്റിക് ബാക്ക് ബോഡി ഇതിൽ ലഭിച്ചേക്കാം. പിന്നെ ഈ ഫോണിൻ്റെ ബ്ലാക്ക്, ഗ്രീന്, ബ്ലൂ അതുപോലെ തന്നെ ഓറഞ്ച് എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്തേക്കാം. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7200 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പോൾ നത്തിങ്ങിൻ്റെ നത്തിങ് ഫോൺ 2A എന്നുള്ള സ്മാർട്ട് ഫോണിലും ഇതേ ഒരു പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോണിൽ 8 GB റാം വന്നേക്കാം. 128 GB ഇൻറ്റേർണൽ വെർഷനും 256 GB ഇൻറ്റേർണൽ വെർഷനും വന്നേക്കാം. LPDDR4Xൻ്റെ റാമും അതുപോലെ തന്നെ UFS 2.2 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വന്നേക്കാം. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 മെഗാ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ രണ്ടാമത്തെ സെൻസറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പം ഇത് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആയിരിക്കും. ഒന്നുകിൽ 50 മെഗാ അല്ലാന്നുണ്ടെങ്കിൽ 8 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ വന്നേക്കാം. ഫ്രണ്ടിൽ 16 മെഗാ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയൊക്കെ വരുന്നതായിരിക്കും. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും അതുപോലെ തന്നെ Type C ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മുമ്പ് നത്തിങ്ങിൻ്റെ നത്തിങ് ഫോൺ 2A എന്നുള്ളൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോണ് ആ ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എക്സാക്ട് സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നല്ല, ചില ഡിഫറൻസ് ഒക്കെ വരുന്നതായിരിക്കും. ഇപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. അതിൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഡിസൈൻ്റെ കാര്യത്തിലാണ്. നത്തിങ് ഫോൺ 2യുടെ ബാക്കിൽ ഗ്ലിഫ് ഇൻ്റർഫേസ് എന്നുള്ള ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. അതായത് കുറേ LED ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്ലാസ് ബാക്ക് ബോഡിയൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിലോട്ട് വരുമ്പോൾ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയൊക്കെ വരാനാണ് സാധ്യത. പിന്നെ അത് കോസ്റ്റ് കട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യം കൂടി ആയേക്കാം. അപ്പം ഈ ഒരു ഫോണിൻ്റെ വില കുറച്ചും കൂടി കുറയാനും ഒരു സാധ്യതയുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ $249 എന്ന പ്രൈസിങ്ങിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് 20,700 രൂപ പ്രൈസ് റേഞ്ചിൽ. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ചില റിപ്പോർട്ടുകളിൽ ഈ ഫോൺ ജൂലൈയിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം എന്നും പറയുന്നുണ്ട്. എന്തായാലും ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും CMFൻ്റെ CMF ഫോൺ 1 എന്നുള്ള പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.